അപ്പോൾ ബാധിക്കാമെന്ന് നല്ലോണം ബാധിക്കും. ശരിക്കും സ്ത്രീകൾക്ക് അങ്ങനെയല്ല കൊടുക്കേണ്ടത്, സ്റ്റുഡൻസിന് ഫ്രീ അല്ല കൊടുക്കേണ്ടത്. സ്ത്രീകൾക്ക് വേണ്ടി പിങ്ക് ബസ് പോലത്തെ ഒരു 3-4 ബസ് ഇറക്കിയിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസിന് സൗജന്യ യാത്ര അനുവദിക്കല്ലേ വേണ്ടേ. ശരിക്കും അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിന് മാത്രം പിള്ളേർക്ക് ഇങ്ങോട്ട് പോകണം, KSRTCന് മാത്രം ഫുൾ ടിക്കറ്റ് കയറണമെന്നല്ലോ. അതിപ്പോൾ ഇവിടെ ഉടനെ ഒരു 50% KSRTCക്കും ഫിറ്റ്നസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല. നമുക്കിപ്പോൾ ഇത് നിലവിൽ എൻ്റെ വണ്ടിക്ക് സേഫിന് ആയിട്ടേക്കാണ്. അതിന് 35,000 പെയിൻറ്റിങ് ആവും, 55,000 ഇൻഷുറൻസ് ആവും, 18,000 ടാക്സ് അടയ്ക്കണം. ഇതെല്ലാം അടച്ചിട്ട് സ്റ്റുഡൻസിന് 1 രൂപ 2 രൂപ എന്നൊക്കെ പറഞ്ഞാൽ KSRTCയിൽ മാത്രം അനുവദിക്കണ്ടേ. KSRTC എസ് ഉണ്ട്, അവർ ഡിപ്പോയിൽ പോയി കാറ് വാങ്ങി. പ്രൈവറ്റ് ബസ്സിൽ അതുപോലെ നമുക്ക് അസോസിയേഷൻ കാർ വയ്ക്കട്ടെ. പ്രൈവറ്റ് ബസ്സിൽ മാത്രമല്ല സ്റ്റുഡൻസിന് ഇങ്ങനെ. ശരിക്കും സ്ത്രീകൾക്ക് തുല്യതയൊക്കെ വേണം, ഇല്ലെന്നല്ല. അവർക്ക് ഒരു പിങ്ക് ബസ് പോലത്തെ 3-4 ബസ് ഇറക്കിയിട്ട് സ്റ്റുഡൻസിന് സൗജന്യം കൊടുക്കല്ലേ വേണ്ടത്. നല്ലപോലെ ബാധിക്കട്ടെ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ വണ്ടി ഒന്നും ഇങ്ങനെ പറഞ്ഞ വണ്ടിയല്ലായിരുന്നു. ഇപ്പോൾ ഒന്നാമത്തെ കേസ് ബ്ലോക്ക്, ഒന്നാമത്തെ കേസ് KSRTC കേസ് ഞാൻ പിന്നെ പറയാം. അതുപോലെ ബ്ലോക്ക്, ആ പലയിടത്ത് ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടികൾ മര്യാദ ഒന്നാമത്തെ കേസ് മര്യാദ ഒരു ചാല് പോലും നമുക്ക് ഓടാൻ പറ്റില്ല. ഇനിയിപ്പോൾ KSRTC സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾ മൊത്തം ടിക്കറ്റ് അതിലേക്ക് കയറും. നമ്മൾ വെറുതെ കാലിക്കോടുണ്ട്, അല്ലെങ്കിൽ നഷ്ടമാണ്. അപ്പോൾ അതും കൂടി ആയി കഴിഞ്ഞാൽ തീരുമാനമായി കഴിഞ്ഞ് പരിപാടി. ശരിക്കും നല്ല തീരുമാനമല്ല. അല്ലെങ്കിൽ നമ്മൾ വേറെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വേറെ സെപ്പറേറ്റ് പിങ്ക് ബസ് എന്നുള്ള രീതിയിൽ ഇറക്കണം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് മാറിയെങ്കിൽ കയറും. ഇതിപ്പോൾ സ്റ്റുഡൻറ്റിന് മാത്രം നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് ഇതിൻ്റെ ഒരു കാര്യമില്ല. ഡീസൽ അടിക്കണ്ടേ, ഡീസലിനും വില കൂടുന്നു. അത്ര തന്നെ പ്രശ്നം നല്ല രീതിക്ക് ബാധിക്കും. വില കൂടുന്നു, ഭയങ്കരമായിട്ട് ബാധിക്കും.